ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ വീഡിയോയിലേക്ക് പോകാം. നമ്മളെ മുറ്റത്തിനുള്ളൊരു മാവിൻ്റെ കമ്പെടുത്തിട്ടാണ് ഇപ്പം പരീക്ഷണം നടത്തുന്നത്. ഇന്നൊരു മാവിൻ്റെ കമ്പനി വേര് പിടിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ്. സാധാരണ നമ്മളെ മുറ്റത്തുള്ളൊരു മാവുന്നൊരു കമ്പെടുത്തിട്ട് ഈ കമ്പിൽ ഞങ്ങൾ വേര് പിടിപ്പിച്ചെടുക്കണം. അതാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ നമ്മൾ മുറ്റത്ത് മാങ്ങ ഉണ്ടാകുന്നൊരു മാവിനെടുത്തൊരു കമ്പാണ്. ആ മാവിൽ നമ്മൾ പ്രോട്ടീൻ ഹോർമോണൊക്കെ തേച്ച് ഒരു കറ്റാർവാഴയുടെ കഷ്ണത്തിൽ നമുക്ക് കുത്തി വെക്കുക ചെയ്യുന്നത്. അത് വേര് പിടിക്കാൻ നോക്കണം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത്രയും നീളത്തിലൊരു 10 ഇഞ്ച്, ഒരു 5-8 ഇഞ്ച് വലുപ്പത്തിലാണത്. ഒരു 10 ഇഞ്ചൊക്കെ ഉണ്ടാവും. 10 ഇഞ്ച് വലുപ്പത്തിലാണ് ഇപ്പോൾ ഞാൻ പീസ് എടുത്തത്. അത് ഇങ്ങനത്തെ ഒരു പീസ് എടുത്തിട്ട് ഇപ്പം ഇതിന് അതിൻ്റെ ഇലയൊക്കെ ഒഴിവാക്കാം. ഇല ഒഴിവാക്കിയിട്ട് താഴ്ഭാഗത്ത് ലേശം നമ്മൾ തൊലി ചുറ്റിക്കളാം. ഇവിടെ ഈ കറ്റാർവാഴൻ്റെ ഉള്ളിൽ കയറ്റി നിർത്തി കുറച്ച് പുറംതൊലിയാണ് ചുറ്റിക്കളാം. ഇങ്ങനെ ആ പച്ചപ്പ് അങ്ങോട്ട് പോക്കിയിട്ട് ചെത്തി വെക്കുക. ഇങ്ങനെ ചെത്തിയിട്ട് ഇത് റൂട്ടിൻ ഹോർമോണാണ്. ഇത് ചെറുതായിട്ട് മുകളിൽ പറ്റി കൊടുക്കുക. റൂട്ടിൻ ഹോർമോണ് ഞാൻ സ്ഥിരമായിട്ട് ഈ വഡിങ്ങിനൊക്കെ ലെയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന റൂട്ടിൻ ഹോർമോണാണ്. പെട്ടെന്ന് വേര് പിടിക്കാണ്ട്. അതാണ് ഇപ്പോൾ ഈ മരി നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഏകദേശം ഒരു 2 ഇഞ്ച് നീളത്തിൽ ഈ റൂട്ടിൻ ഹോർമോൺ തേക്കണം. അപ്പോൾ അത് ഹോർമോൺ തേച്ച് പിന്നെ നമുക്ക് വേണ്ടത് ഒരു കറ്റാർവാഴൻ്റെ പീസാണ്. ഈ കറ്റാർവാഴൻ്റെ പീസ് 1 ഇഞ്ച് നീളത്തിൽ നമ്മൾ എടുക്കുക. 1 ഇഞ്ച് നീളത്തിൽ അതിൻ്റെ മുള്ളുള്ള സൈഡ് ചെത്തിക്കണം. ഇട്ട് ഇനി നമുക്കൊരു തുളരണം. അപ്പോൾ ഒരു തുള നമുക്ക് ഇതിനകത്ത് ഇടണം. വേറെ മണ്ണാണ് മണ്ണ് പ്രശ്നമില്ല. ഇങ്ങനെ ഒരു തുള മറ്റേ നമുക്ക് മാവിൻ്റെ കമ്പം കൊണ്ട് കടത്തി വെക്കാണ്ട് തുള കഴിയുമ്പോൾ റൂട്ടിൻ ഹോർമോൺ തേച്ച് പിന്നെ ഈ കറ്റാർവാഴൻ്റെ പീസുമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇപ്പോൾ ഈ 40 പീസ് നിറച്ചൊരു കവറാണ്. ചാണകപ്പൊടിയും ചാരിച്ചോറും മണ്ണെല്ലാം കൂടി നിറച്ച് വെച്ചതാണ്. അപ്പോൾ ഇതിലേക്ക് അങ്ങോട്ട് കയറ്റുക. ഇങ്ങനെയാണ് കയറ്റി വെക്കുക. ഇതന്നെ ഇങ്ങനെയാണ് കയറ്റിയിട്ട് ഇപ്പോൾ നമ്മളിതിൽ നിറച്ചത് കുറച്ച് മണ്ണ് നമുക്ക് ഒഴിവാക്കേണ്ടത്. നന്നായിട്ട് കയറ്റാം. ഇതിന് കുറച്ച് മണ്ണ് കൊണ്ട് ഒഴിവാക്കുക. ഇത് ഇങ്ങോട്ട് വെക്കുക. ഈ ഇതിലോട്ട് വെച്ചിട്ട് ആ പുറത്തേക്ക് എടുത്ത് മണ്ണൊക്കെ അതിൽ തന്നെ വെക്കുക. അതിൽ നല്ലോണം അമ്പിച്ച് നല്ല സെറ്റാക്കി വെക്കുക. ലൂസാകാൻ പാടില്ല. നല്ല സെറ്റാക്കിയിട്ട് നന്നെ ഇളകിക്കാൻ പാടില്ല. ഇനി കുറച്ചുകൂടി മണ്ണിലൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലും സംഘടന അപ്പോൾ ഇതിന് തൽക്കാലം ഇതിന് കുറച്ച് മണ്ണ് നമ്മൾ ചട്ടിയിൽ എടുക്കുകയാണ്. കറക്റ്റായി. ഇനിയിപ്പോൾ നമുക്ക് അതിന് വേണ്ടത് പിന്നെ ഒരു കവർ കിട്ടുക ഇതൊക്കെ ഉണ്ട്. എടുത്ത് വെച്ചുണ്ടായിരുന്നു.
ഇതാണ് സിപ്പപ്പിൻ്റെ കവറ്. ഇനി നമ്മൾ ഇതിൻ്റെ കവിട. ഇനി ഇത് മഴയും വെയിലും കൊള്ളാത്ത ഒരു സ്ഥലത്ത് ഏകദേശം ഒരു മാസം 1.5 മാസമാണ് വെക്കുക. അപ്പോൾ വേര് പിടിക്കാനുള്ളതിന് അന്നപ്പോൾ അല്ല നമ്മളെ ഊട്ടിമോർമോണൊക്കെ തൂത്ത് പോയി. ഇന്നലെ കുറേ തൂത്ത്, ഇന്ന് കുറേ തൂത്ത്, ഒക്കെ പുറത്ത് പോയി. ഏകദേശം അതിൽ പകുതി ഉണ്ടായിരുന്നു. പകുതിയിൽ കാൽഭാഗവും പകുതിയിലേറെ പോയി. മുക്കാൽ ഏകദേശം ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട്, ഒരു 15 ദിവസം, ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. അതോടെ അങ്ങനെ മഴ വെയിലൊന്നും കൊള്ളാണ്ട് അവനൊക്കെ എടുക്കട്ടെ. ഒരു മാസം ചില്ലറയായി വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചൊരു മാവിൻ്റെ കൊമ്പയിന്. അപ്പോൾ അതുമാതിരി തേപ്പ് വന്നിട്ടുണ്ട്. വേര് തൂമ്പ് വന്നപ്പോൾ വേര് പിടിച്ചൊക്കെ എല്ലാവരും നോക്കണം. അപ്പോൾ അതിൽ നിന്ന് ചട്ടിയിലേക്ക് ഒന്ന് മാറ്റിയേക്കാന്ന് പറയുന്നത്. അപ്പോൾ ഈ ചട്ടിയിലേക്ക് മാറ്റി വെക്കണം. വേര് പിടിച്ചൊക്കെ തേപ്പ് വന്നതാണ് സ്ഥലമായിട്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് മാറ്റി വെക്കണം. ഇത് പോട്ടി മിക്സ് എല്ലാം മിക്സ് ചെയ്താണ്. പിന്നെ കുറച്ച് ചാണകപ്പൊടി ഉണ്ട്, അതിൻ്റെ മുകളിലിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഈ കവറിൽ നിന്നെല്ലാം അത് മാറ്റിയെടുക്കണം. വേര് പിടിച്ചിക്കല്ലാവോ. വേര് പിടിച്ചപ്പോഴൊന്ന് പരിശ്രമിച്ച് നോക്കാം. അത് കറ്റർവായൻ്റെ പീസാണ്. ഇതാണ് വേര് പിടിച്ചിട്ടുണ്ട്. വേരൊക്കെ കുഴപ്പമില്ലാണ്ട് വേര് പിടിച്ചിട്ടുണ്ട്. ഇപ്പം ഇതിലേക്ക് മാറ്റി വെക്കണം. വേര് പിടിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയാണ് ഇത് വേര് പിടിപ്പിക്കുന്നത്. അത് ഈ വേനൽക്കാലത്തൊന്നും പറ്റില്ല, നല്ല